നമ്മുടെ ഇഷ്യൂ ഇന്ത്യയിൽ കയറി ഇവർ കയറി ഇഷ്യൂ ഉണ്ടാക്കി. അതായത് കാശ്മീർ ടെററിസ്റ്റുകളും പാകിസ്ഥാനികളും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏകദേശം 2 ലക്ഷം പേരാണ് നമ്മുടെ സിവിലിയൻസും സെക്യൂരിറ്റി ഫോഴ്സും മിലിറ്റൻസി, കാശ്മീർ മിലിറ്റൻസിയും ഇവിടെ നടന്ന പ്രശ്നങ്ങളും കൊണ്ട് കൊല്ലപ്പെട്ടത് നിരപരാധികൾ. അവിടെയാണ് മോദി ഗവൺമെൻറ്റിനെ നമ്മൾ സല്യൂട്ട് അടിക്കേണ്ടത്. നമ്മളും പ്ലാൻ ചെയ്തു. ഈ സഹായമായിട്ട് ഇന്ത്യ താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനിൽ ഇവരുമായിട്ട് സംസാരിച്ചു. ഇവർക്ക് ഈ ആൻറ്റി എയർക്രാഫ്റ്റ് വെപ്പണും ആൻറ്റി ഡ്രോൺ വെപ്പണും ആൻറ്റി ഹെലികോപ്റ്റർ വെപ്പണും ഒക്കെ ഇന്ത്യയുടെയാണ് കൊടുത്തേക്കുന്നത്. വെൽ ട്രെയിൻഡ് ആണ്. മജീദ് ബ്രിഗേഡിനെ ഉണ്ടാക്കിയത് ഇന്ത്യയാണ്. അവരാണ് ഇത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ബേസിക്കലി ഞാൻ ഈ ആൾക്കാരെ ഇതേപോലെ ഹൈജാക്കിനെ എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ എത്രമാത്രമാണ് ഈ ബലൂച്ചിനോട് ഇവർ കാണിച്ചത്. ബൊഷറാഫ് ഇരുന്ന സമയത്ത് അയാൾ 1 ലക്ഷം പേർ ബലൂച്ചുകളാണ് കൊന്നുകളഞ്ഞത്. 1 ലക്ഷം പേർ. ഞാൻ ഈ 2025 മുതൽ ഈ പറയുന്ന 2015 മുതൽ 25 പറയുന്നത് ഈ പുതിയ കണക്കാണ്. അപ്പോൾ ഇവർ പല ഗ്രൂപ്പുകളായിരുന്നു. ഇവരെ ഇന്ത്യ ഗവൺമെൻറ്റും ഇന്ത്യയുടെ ഏജൻറ്റുമാർ ഇവരെ അങ്ങ് ഒന്നിപ്പിച്ചു. ശക്തമായ ഫോഴ്സായി മാറി. ഇതിനകത്ത് ഇഷ്ടം പോലെ സ്ത്രീകളുണ്ട്. സ്ത്രീകളാണ് ഈ ബോംബുമായിട്ട് ആർമി കന്റോൺമെൻറ്റിൽ പോയിട്ട് ഇവന്മാരെ പൊട്ടിക്കുന്നത്. അട്ടിച്ച് നാശമാക്കി കളയും ഇവന്മാരെ. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭയം ഈ സാധനം ഇത്രയും പട്ടാളക്കാരെ കശാപ്പായി കഴിഞ്ഞാൽ അവിടുത്തെ പട്ടാളത്തിൻ്റെ ആർമിയുടെ മൊറാൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് ഡൗൺ ആയിപ്പോവും. നിങ്ങൾ മനസ്സിലാക്കുക, 2500 പേര്. ഇപ്പുറത്ത് പാകിസ്ഥാൻ്റെ 5 ലക്ഷം പേരാണ് പട്ടാളക്കാർ. അവരുടെ ഡേറ്റ ഉണ്ട്, കണക്ക്. അവർക്കിവരെ നേരിടാൻ പറ്റുന്നില്ല. ഈ ഭാഗത്തോട്ട് എത്താൻ പറ്റുന്നില്ല. ഇവരുടെ ക്യാമ്പുകൾ വരെ അടിച്ചങ്ങ് പൊളിക്കുക ഇവർ. കാരണം അത്ര ക്രൂരമായിട്ടാണ് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് ഇവർ അതിഭയങ്കരമായ രീതിയിലാണ് ബലൂച്ചുകളെ ആക്രമിക്കുന്നത്. അതിൻ്റെ റിട്ടാലിയേഷൻ നടക്കുകയാണ്. ഇതിനകത്ത് റംസാനുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പാവം പിടിച്ച പട്ടാളക്കാർ, അവരെ പാവം പിടിച്ചിരുന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ബലൂച്ച് ജേർണലിസ്റ്റ് പറഞ്ഞു ഏറ്റവും ക്രൂരമായ പട്ടാളക്കാരെയാണ് പാകിസ്ഥാൻ ബലൂച്ചിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം അതിക്രൂരമായിട്ട് ചെയ്തോളാൻ. വീടുകളിൽ നിറയ്ക്ക് കൊച്ചു കുട്ടികളെ ഇപ്പോൾ വെടിവെച്ച് കൊന്നു. പക്ഷെ എന്നിട്ടും ആ ബലൂച്ച് ലിബറേഷൻ ആർമി ഈ കുട്ടികളെയും സ്ത്രീകളെയും പ്രോപ്പറായിട്ട് അവർ തൊടാൻ പോലും സംഭവിച്ചില്ല. അവരെ സേഫായിട്ട് എത്തിച്ചു. അവർക്ക് ആഹാരവും കൊടുത്തു. നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. മറ്റവന്മാരെ കസ്റ്റഡിയിലെടുത്തു. അതായത് മനസ്സിലാക്കുക, വരാൻ പോകുന്ന എത്ര ദിവസത്തിനുള്ളിൽ ബലൂച്ചിന് സ്വാതന്ത്ര്യം കിട്ടും? ഇതാണ് അടുത്ത ചോദ്യം. ഉറപ്പായിട്ട് ഇന്ത്യയുടെ ഗെയിമാണിത്. പാകിസ്ഥാൻ്റെ നടുപൊടിച്ച് ദൂരെ കളഞ്ഞു. ജമ്മു കാശ്മീരിനെ വേർപെടുത്തിയെടുക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ജിഹാദി ഭീകരവാദികളും. അതോടൊപ്പം തന്നെ അവർക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണയും ആയുധബലവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ബലവും എല്ലാം ചെയ്തു കൊടുത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നിരന്തരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കഴിഞ്ഞൊരു 2014 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വർഷം ഇവിടെ വരുന്നത് വരെ വലിയ രീതിയിലുള്ള പ്രശ്നം തന്നെയായിരുന്നു. 2014 ശേഷവും ആരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്നല്ല, പുൽവാമ പോലെയുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തിരിച്ചടികൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, കഴിഞ്ഞ 10 വർഷം നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഭരിച്ച് വലിയ തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുള്ള ഒരു ശത്രു രാജ്യത്തെയും രാജ്യത്തിന് പുറത്തുള്ള ഭീകരവാദികളെയും ഒരുപോലെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിന് പ്രത്യേക ഒരു പരിഗണന കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തർക്കമില്ല. ഇതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന ജാഫർ എക്സ്പ്രസ്, അത് കൃത്യമായിട്ട് ബലൂച്ച് എന്ന് പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ആർമി, ബലൂച്ച് ആർമി, അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പിടിച്ചെടുത്ത് പാകിസ്ഥാൻ പട്ടാളത്തെയും പാകിസ്ഥാൻ സർക്കാരിനെ അടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ അവർ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു രീതിയിലും പാകിസ്ഥാന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്ത് നടപ്പിലാക്കാൻ
ഇവിടുത്തെ ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത് ഇന്ത്യ ഒന്നും ഇത് സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, രാജ്യത്തിന്റെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തനമായിട്ടുള്ള മാത്യു സാമുൽ സാറൊക്കെ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അറിയാം ഇതിന്റെ പുറകിൽ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ്, ചാരന്മാരാണ്. ഒരു തർക്കമില്ല. കാരണം അത്രത്തോളം പ്രതിസന്ധി ഇന്ത്യക്ക് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവർ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. അപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ വലിയ രീതിയിൽ തന്നെ അവർക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനായിട്ട് അവിടെ ഒരു പോരാളികളെ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണമെന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്ന അവിടുത്തെ ആളുകൾക്ക് വലിയ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ തന്നെ പരിശീലനം നേടിയിട്ടുള്ള കുറച്ചുള്ള ഒരുപാട് സൈനികരൊന്നുമില്ല, ഏകദേശം 2000-നും 3000-നും ഇടയിൽ മാത്രമാണ് ഇവർക്ക് സൈനികർ. പക്ഷെ അവരുടെ കയ്യിൽ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ എത്തുന്നു, ആയുധങ്ങൾ എത്തുന്നു, അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ സാമ്പത്തികം എത്തുന്നു, എല്ലാ സംവിധാനങ്ങളും എത്തിച്ചുകൊണ്ട് പാക് ആർമിക്കെതിരെ, പാകിസ്ഥാൻ സർക്കാരിനെതിരെ കൃത്യമായിട്ട് ഒരു പോരാട്ടം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടം നടത്തുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 1 ലക്ഷത്തോളം ബലൂചിസ്ഥാനികളെ കൊലപ്പെടുത്തി എന്നുള്ള കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണം, കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ മാത്രം നിരവധി ആളുകൾ, ഈ കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ മാത്രം 2020 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ 25,000-ന് മുകളിലാണ് ബലൂചിസ്ഥാനികൾ ഇവർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഭീകര രാഷ്ട്രത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത ബലൂചിസ്ഥാനിലെ ജനങ്ങൾ അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു പോരാടാനും ജീവിക്കാനുമുള്ള ഒരു അവകാശം അവർക്ക് ഇവിടെയുണ്ട്. അപ്പൊ അതവർ കൃത്യമായിട്ട് നടപ്പാക്കും. ഇത് പറയുമ്പോഴാണ് മീഡിയ വൺ പോലെയുള്ള ചാനൽ പറയുന്നത് പാകിസ്ഥാൻ ജമ്മു കാശ്മീരിനെ വേർപെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ബലൂചിസ്ഥാൻ ചെയ്യുന്നതും ഇത് രണ്ടും ഒന്നല്ലേ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കും, നമ്മുടെ രാജ്യത്തെ ഇത്രമാത്രം ക്രൂരമായിട്ട് അതിക്രമിച്ച് എത്രയോ 2 ലക്ഷത്തോളം സൈനികരെയും അല്ലെങ്കിൽ സിവിലിയൻസിനെയും പോലീസിനെയും മാത്രം ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് 1947-ന് ശേഷം നമ്മുടെ രാജ്യത്ത്. അപ്പൊ ഇവരുടെ നമ്മുടെ രാഷ്ട്രത്തിനോടുള്ള ഒരു വൈരാഗ്യം എത്രത്തോളമാണ്. അപ്പൊ അത് തന്ത്രപരമായിട്ട് തീർക്കുക. പക്ഷെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ജയശങ്കർ അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിൽ നടക്കുന്ന ഈ വിഷയത്തിൽ നമ്മൾക്ക് പങ്കൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനെ നമ്മൾ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മളിങ്ങനെ ഉൾക്കൊണ്ടാൽ മതി. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പോൾ ആരുടെ കയ്യിലാണ് സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ചൈന ഇല്ല, റഷ്യ ഇല്ല, മറ്റ് രാഷ്ട്രങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ, അത് ഇന്ത്യ തന്നെയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കുക, പാകിസ്ഥാനെ പിളർത്തിക്കളയുക, നശിപ്പിച്ച് കളയുക എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ട തന്നെയാണ്. കാരണം അവർ അത്രത്തോളം വലിയ രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലെങ്കിൽ പോലും അവരെ നിലനിർത്തുക എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്തിന് എന്നും ഭീഷണിയാണ്. ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന്റെ തോൽവിയോടനുബന്ധിച്ച് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇതിനെ പ്രതിദാനം ചെയ്ത ഒരു മത്സരമായിരുന്നു. പക്ഷെ ഇന്ത്യ അവിടെ പോയില്ല. ഇന്ത്യ അബുദാബിയിലായിരുന്നു ഇന്ത്യയുടെ മത്സരം. അപ്പോൾ ഈ മത്സരങ്ങളോടെല്ലാം ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഇന്ത്യ ട്രോഫി അടിക്കുകയും അതിനുശേഷം ഇന്ത്യയിലെ ക്രിക്കറ്റ് സംവിധാനങ്ങളെ BCCIക്ക് പരോക്ഷമായിട്ട് വിമർശിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് അവസാനം ഇങ്ങനെ എത്തി നിൽക്കുകയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ദുഷ്ടരാജ്യം. അപ്പോൾ ഇവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കലാപരിപാടികളും ഇന്ത്യയുടെ ചാര സംഘടന കൃത്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളതിൽ തർക്കമില്ല.